നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീന ടീമിൽ ലയണൽ മെസ്സി അവർക്ക് ബോളില്ലാത്ത സമയത്ത് വെറുതെ നടക്കുകയാണ് ഗ്രൗണ്ടിൽ. അർജൻറ്റീന ഡിഫെൻഡ് ചെയ്യുന്നത് 9 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സിനെ വെച്ചാണ്. അതായത് മെസ്സി അങ്ങ് ഒഴിവാക്കി, മെസ്സി വെറുതെ, ബാക്കി 9 പേരാണ് ഡിഫെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപത്തിൻ്റെ സ്വരത്തിൽ സംസാരിക്കുന്നു ജെയ്മി കാരഗർ. മുൻ ഇംഗ്ലീഷ് താരം കാരഗർ, നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ പണ്ഡിറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ക്ലബ് ഫുട്ബോളിലൊക്കെ ഇതേപോലെ വാവിട്ട വാക്കുകൾ അദ്ദേഹം പറയാറുണ്ട്. ചില താരങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ച് നന്നായി കിട്ടാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ അർജൻറ്റീന വേഴ്സസ് നെതർലൻഡ്സ് പോരാട്ടം നടന്ന ആ കളിക്ക് മുമ്പ് ലൂയി വാൻഗാൽ, അന്നത്തെ നെതർലൻഡ്സിൻ്റെ കോച്ച്, പറഞ്ഞ വാക്കിന് സമാനമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു TYC സ്പോർട്സ്. അതിലെ സാമ്യത അവർ കാണുന്നു. അന്ന് നടന്നത് ലിയോ മെസ്സി ഒരു ബീസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തുകയും നേരെ വാൻഗാലിന് നേരെ പോയിട്ട് ഇങ്ങനെ ചെവിക്ക് നേരെ കൈവച്ച് നിന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത് ഓർത്തെടുക്കുകയാണ് TYC സ്പോർട്സ്. അത് ഇന്ന് ആവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് ആവർത്തിക്കാൻ ടൂഷൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. തോമസ് ടൂക്കൽ വളരെ നല്ല വാക്കുകൾ മാത്രമാണ് മെസ്സിയെക്കുറിച്ച് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇപ്പോൾ ജെയ്മി കാരഗർ, മുൻ ഇംഗ്ലീഷ് താരം, പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ലയണൽ മെസ്സി ഇപ്പോൾ 10-20 കൊല്ലക്കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും ഇത് അങ്ങനെ കൃത്യമായിട്ട് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും തോമസ് ടൂഷൽ മെസ്സിയെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ഇതിൽ ബോളില്ലാത്ത സമയത്ത് ഓപ്പണൻസിൻ്റെ, അതായത് ഇംഗ്ലണ്ടിൻ്റെ കയ്യിലൊക്കെ ബോൾ ആവുന്ന സമയത്ത് മെസ്സി അവിടെ വെറുതെ നടക്കും. അർജൻറ്റീന താരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യുന്നത് 9 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ്. ഇതാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ രൂപത്തിൽ വിവാദമായിട്ട് മാറിയിട്ടുണ്ട് അർജൻറ്റീനയിലൊക്കെ. അർജൻറ്റീൻ മാധ്യമങ്ങളത് മെസ്സിയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ നേരത്തെ വാൻഗാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കൂടി ഇപ്പോൾ TYC സ്പോർട്സ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. അന്നത്തെ ഗെയിമിൽ വലിയ രൂപത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ലയണൽ മെസ്സിയെ ഒന്ന് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് വാൻഗാൽ കളിക്ക് മുമ്പ് പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വാൻഗാൽ റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നില്ല എന്ന് തന്നെയാണ് ലയണൽ മെസ്സി പിന്നീട് അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഏതായാലും ഫുട്ബോള് എങ്ങനെ കളിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് താൻ കാണിച്ചു കൊടുത്തു എന്നാണ് അന്ന് ലയണൽ മെസ്സിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. അതുപോലെ അന്ന് വെഗോസ്റ്റ് ജേഴ്സി വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ, സംസാരിക്കാൻ വേണ്ടിയൊക്കെ വന്നപ്പോൾ, എ ഫുൾ നീ പോ എന്നൊക്കെ പറഞ്ഞ് മെസ്സി ആനിമേറ്റഡായ കാഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഏതായാലും ഇപ്പോഴിതാ വീണ്ടും അതുപോലൊരു സംഗതി ഒരുങ്ങുന്നു. എന്ത് സംഭവിക്കും കളിക്കളത്തിൽ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.